മഞ്ജു വാര്യരുമായി വിവാഹബന്ധമുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ദിലീപിന് കാവ്യയുമായി അവിഹിതമായ ബന്ധം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇക്കാര്യം മഞ്ജു വാര്യർ അറിയുന്നു. മഞ്ജു വാര്യർ അറിയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ദിലീപിന്റെ ഫോണിൽ യാദർച്ഛികമായി ദിലീപ് വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയപ്പോൾ മഞ്ജു വാര്യർ ആ ഫോൺ എടുത്തു നോക്കുന്നു. ആ ഫോണിൽ ചില മെസ്സേജസ് കാണുന്നു. ആ മെസ്സേജസ് ആരുടേതാണ് എന്ന് അന്വേഷിച്ചു പോകുന്നു. അങ്ങനെയാണ് അത് കാവ്യ മാധവന്റേതാണ് എന്ന് മഞ്ജു വാര്യർ 2012 തിരിച്ചറിയുന്ന ഡേറ്റ് ഒക്കെ 2012 തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് അതിന്റെ പിന്നാലെ മഞ്ജു വാര്യർ പോവുകയും അതന്വേഷിച്ച് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കാണുകയും അവര് തൃശ്ശൂരിലെ വീട്ടിൽ പോയി മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഒപ്പം തന്നെ ഗീതു മോഹൻദാസും പോയി കാണുകയും വിവരങ്ങൾ ചോദിക്കുകയും അറിഞ്ഞതിന് ശേഷമാണ് ഈ കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് മഞ്ജു അറിയുന്നതെന്നും തുടർന്ന് ആ വൈരാഗ്യത്തിലാണ്, അതായത് ഈ നടി മഞ്ജുവിനോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്ന വൈരാഗ്യത്തിലാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. അതിൽ പ്രധാനമായും ആ കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചാണ് കോടതി പറഞ്ഞത്. അതായത് മഞ്ജു വാര്യർ ഈ ആലുവയിലെ വീട്ടിൽ വെച്ച് ഈ ദിലീപിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് ദിലീപ് സേവ് ചെയ്തിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ കാവ്യയുടെ നമ്പറുകൾ 4 പേരുകളിലാണ്, 4 ഫോണുകളായി സേവ് ചെയ്തിരുന്നത്. അതിലൊന്ന് രാമൻ എന്ന പേരിലായിരുന്നു, മറ്റൊന്ന് RUK അണ്ണൻ എന്ന പേരിലായിരുന്നു, മൂന്നാമത്തത് മീൻ എന്ന പേരിലായിരുന്നു, നാലാമത്തത് വ്യാസൻ എന്ന പേരിൽ. വ്യാസൻ ദിലീപിന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റും സെക്രട്ടറിയും നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനും ഒക്കെ തന്നെയാണ്, സുഹൃത്താണ്. ആ വ്യാസനാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസന്റെ പേര് സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മാത്രവുമല്ല ഈ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്യ പലതവണ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പുണ്യയുടെ ഫോണിലും കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് 2 പേരുകളിലായിരുന്നു, 2 നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. ഒന്ന് ദിൽക, ഹിന്ദിയിലെ പറയുന്ന ഹൃദയം എന്നുള്ളതിന്റെ ദിൽക എന്നും ഒപ്പം തന്നെ രണ്ടാമത്തത് കാ ദിൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ നമ്പറുകൾ സേവ് ചെയ്യുന്നതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ താനും കാവ്യയുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനാണ് ഇത്തരത്തിൽ ദിലീപ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഈ കോടതിയിൽ ദിലീപ് ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. ദിലീപ് പറഞ്ഞത് ഈ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ല, തനിക്കെതിരെ തെളിവില്ല, ഇതെല്ലാം പോലീസ് കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളാണ്, അത് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് എന്നാണ് പ്രോസിക്യൂഷൻ ദിലീപിന് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയോട് തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷൻ ആരോപണം നിലനിൽക്കുന്നതല്ല. കാരണം ഈ സംഭവത്തിനു പിന്നാലെ ഈ നടിയെ വിളിച്ച ആളുകളിൽ ഒരാളാണ് താൻ ഈ സംഭവം അറിഞ്ഞ് എന്നുള്ളതാണ് ദിലീപ് കോടതിയിൽ പറഞ്ഞു വെക്കുന്നത്. മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിനും നടി ഒരു കാരണമല്ല എന്നാണ് കോടതിയിൽ പ്രധാനമായും ദിലീപ് പറഞ്ഞു. എന്തായാലും ഇനി 3 നാൾ കൂടിയേ ഉള്ളൂ ദിലീപിന്റെ വിധി അറിയാൻ, പൾസർ സുനിയയുടെ വിധി അറിയാൻ, ഈ കേസിലെ 10 പ്രതികളുടെ വിധി അറിയാൻ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇക്കാര്യത്തിൽ ഉത്തരവ് പറയും. PG ശരി, ജോഷി കുര്യൻ നൽകിയത് ആർഗ്യുമെന്റിനുള്ള വിവരങ്ങളാണ്, വാദങ്ങളാണ്, അതിൽ മറുവാദങ്ങളുമുണ്ട്. ഇതെല്ലാം കേട്ട കോടതി എന്ത് ഉത്തരവ് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രാമനായാലും വ്യാസനായാലും മീനായാലും പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി എന്നത് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്.